ഹലോ, വെൽക്കം ടു ജോബ് അപ്ഡേറ്റ്സ്. അങ്ങനെ കേരള ഗവൺമെൻറ് കീഴിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു കോണ്ടൻറ് എഡിറ്റർ റിക്രൂട്ട്മെൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഇതിന് ആപ്ലിക്കേഷൻ ഫീസൊന്നും യാതൊരു തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. ഇമെയിൽ വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ആർ യു റെഡി ടു ക്രിയേറ്റ് യൂട്യൂബ് ഷോർട്സ് ആൻഡ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഫോർ കേരള ഗവൺമെൻറ്? Information Public Relations Department is inviting applications for the position of content editor. The content editor എന്ന തസ്തികയിലേക്കാണ് ആപ്ലിക്കേഷൻസ് ക്ഷണിച്ചിരിക്കുന്നത്. The recruitment is being made for a 1-year contract period. Applications and relevant certificates should be submitted to cvcontent@gmail.com by February 22nd, 2025. ഇപ്പോൾ ഫെബ്രുവരി 22nd, 2025 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഇതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ നെയിം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ആണ്. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് കീഴിലാണ്. പോസ്റ്റ് നെയിം കോണ്ടന്റ് എഡിറ്റർ. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് കോൺട്രാക്റ്റ് ബേസ്ഡ് ജോബാണ്. 1 വർഷത്തേക്ക് ഉള്ള നോൺ പെർമനൻ്റ് ആയിട്ടുള്ള കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണ്. ലൊക്കേഷൻ വരുന്നത് കേരള തന്നെയാണ്. ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ഫെബ്രുവരി 22nd, 2025 ആണ്. അതായത് ഈ 5 ദിവസത്തിനകം ആർക്ക് വേണമെങ്കിലും ഇമെയിൽ വഴി ഈ പറയുന്ന ഇമെയിലിൽ CV അയച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. കോണ്ടന്റ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് ആർക്കും നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോബാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ആർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ ഞാനിവിടെ പറയാൻ പോകുന്ന പോലെ എഡിറ്റിംഗ് വേരിയസ് മീഡിയ കോണ്ടന്റ് ഫോർ ദ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് നീഡ്സ്. ക്രിയേറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് വീഡിയോസ് സ്യൂട്ടബിൾ ഫോർ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വീഡിയോസ് യൂട്യൂബ് ഷോർട്സ് ഉണ്ടാക്കുക, ഇൻസ്റ്റഗ്രാം റീൽസ് ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റിംഗ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഷെയർ ബൈ പ്രസ് മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസും എഡിറ്റ് ചെയ്ത് കൊടുക്കുക, മാനേജിങ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്സ്, ഫോട്ടോസ് വീഡിയോസ് ആൻഡ് അതർ കോണ്ടന്റ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആണ് നമ്മുടെ മെയിൻ ജോബായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം പ്രൊഫഷൻസ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കണം. അത് അല്ലെങ്കിൽ പ്രൊഫഷൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 years ആണ്. Candidates should be proficient in handling modern editing software, for example Adobe Premiere and equipment. They should demonstrate strong attention to detail and ability to meet deadlines in a fast-paced environment. അത് നമ്മുടെ കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അത് ഈ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. മാക്സിമം ഏജ് ലിമിറ്റ് 35 years ആണ്, 35. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് വരികയാണെങ്കിൽ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് +2 or equivalent qualification. Additionally, they should possess a digital or diploma certificate course in video editing. And previous work experience in content editing and video production will be given preference. Candidates should be proficient in handling various media formats and editing software. അപ്പോൾ അത് തന്നെയാണ്. +2 മാത്രം പോരാ. ഇതിന് നമ്മൾ അഡീഷണലി ഡിപ്ലോമ കോഴ്സ് നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിന് നമ്മളൊരു ഡിപ്ലോമ കോഴ്സ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പിന്നെ വീഡിയോ എഡിറ്റിംഗ് മേഖലയിൽ നേരത്തെ മുൻപരിചയമുള്ളവർക്ക് പ്രിഫറൻസ് കൂടുന്നതായിരിക്കും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഇതിൽ +2 ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. പിന്നെ അതിനോടൊപ്പം തന്നെ പ്ലസ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ വീഡിയോ എഡിറ്റിങ്ങിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം. പിന്നെ വീഡിയോ എഡിറ്റിംഗ് കോഴ്സിൽ ഒരു ഡിപ്ലോമ ഡിജിറ്റൽ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സിന് എടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടായിരിക്കുന്നതായിരിക്കണം. പിന്നെ നേരത്തെ ഈ ഒരു ഫീൽഡിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന പ്രിഫറൻസ് കൂടുന്നതായിരിക്കും. ഇതിന് ആപ്ലിക്കേഷൻസ് നമ്മൾ താഴെ പറയുന്ന ഇമെയിലിലേക്കാണ് നമ്മൾ അയക്കേണ്ടത്. അതിന് ആപ്ലിക്കേഷൻസും നമ്മുടെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, പിന്നെ ഡിജിറ്റൽ ഓർ ഡിപ്ലോമ നേരത്തെ പറഞ്ഞ ആ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം ഫെബ്രുവരി 22nd മുമ്പായിട്ട് നമ്മൾ അയക്കേണ്ടതാണ്. ഇറ്റ്സ് എ നൈസ് ഓപ്പർച്യൂണിറ്റി, സോ ട്രൈ ഇറ്റ്.